വേണു, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മൾ ഈ ആക്ച്വൽ പ്ലേസിൽ നിന്ന്, ഈ അപകടം നടന്ന ആക്ച്വൽ പ്ലേസിൽ നിന്ന് നേരെ വഴി വരികയാണെങ്കിൽ അതിപ്പോൾ ബ്ലോക്ക് ചെയ്തേക്കാണ് 3 കിലോമീറ്റർ. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് 38 എക്സാക്ട്ലി പറഞ്ഞാൽ 38 കിലോമീറ്റർ ദൂരം താണ്ടിയാണ് നമ്മളിപ്പോൾ ഒരു പാലത്തിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ക്യാമറമാൻ VS രാഹുൽ ആ ദൃശ്യങ്ങളൊന്ന് കാണിക്കും. അതായത് നമുക്ക് തൊട്ട് താഴെ നമുക്ക് വിസിബിലിറ്റി ഇല്ല ഇതിനകത്തുനിന്നുള്ള കാര്യമാണ് ഒന്നാമത്തെ കാര്യം. തൊട്ട് താഴെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പൊട്ടുപോലൊരു വെളിച്ചം കാണാം. ഈ വെളിച്ചം കാണുന്ന സ്ഥലമാണ്, അവിടെ ആ കാണുന്ന സ്ഥലത്താണ് ഈ അപകടമുണ്ടായത്. അവിടെയാണ് നമ്മളുടെ പ്രിയപ്പെട്ട അർജുൻ്റെ ലോറി അത് കണ്ടെത്തിയെന്ന് ഔദ്യോഗികമായിട്ട് ഇപ്പോൾ ഒരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആ സ്ഥലത്തേക്ക് നമ്മൾ അല്പസമയം മുൻപും പോലീസ് വാഹനങ്ങൾ, ബീക്കൺ ലൈറ്റൊക്കെ ഇട്ട് പോലീസ് വാഹനങ്ങൾ പോകുന്നത് നമ്മൾ കണ്ടതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാളത്തെ നിർണായക പരിശോധന നടത്തേണ്ട, ഡ്രോൺ പരിശോധന നടത്തേണ്ട റിട്ടയർഡ് മേജർ ഇന്ദ്രബാബു, അദ്ദേഹം ഇവിടേക്ക് ഷിലൂരിലേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹവും സംഘവും എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ജില്ലാ ഭരണകൂടം അതേപോലെ തന്നെ റെസ്ക്യൂ സംഘങ്ങളുമായി ചർച്ച നടത്തുന്നുവെന്ന് അദ്ദേഹം തന്നെ നമ്മളോട് മെസ്സേജിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം നാളെ മാധ്യമങ്ങളെ ആ തെരച്ചിലിന് മുൻപ് കാണുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വേണു, ഏറ്റവും ഒടുവിൽ ഏതാണ്ട് ഒരു 6:30 മണിയോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് നമ്മളുടെ ടീമിൽ നിന്ന് അവസാനമായി പോയത് അരുൺ പാറയ്ക്കലാണ്. അരുൺ പാറയ്ക്കൽ വളരെ സാഹസികമായി മറ്റൊരു ലോറിയിലൊക്കെ കയറി, രക്ഷാസംഘത്തിൻ്റെ ലോറിയിലൊക്കെ കയറി അവിടേക്ക് പോയിരുന്നു. അരുൺ പാറയ്ക്കലാണ് ആ കാഴ്ചകൾ ഏറ്റവും അടുത്ത് കണ്ടതും. നമുക്കിപ്പോൾ ഒരു വിസിബിലിറ്റി കാഴ്ച മാത്രം, അതല്ലെങ്കിൽ ഒരു ദൂരക്കാഴ്ച മാത്രമാണ് നമുക്കുള്ളതെങ്കിൽ അവിടെ എന്ത് നടന്നു എന്ന് ഏറ്റവും നന്നായി കണ്ടത് അരുൺ പാറയ്ക്കലാണ്. അരുൺ പാറയ്ക്കൽ, എന്താണ് അവിടെ കണ്ടത്? എന്താണ് ഇപ്പോൾ നമ്മൾ അതിൽ നേരിടുന്ന തടസ്സം? ആ ലോറി ഇപ്പോൾ നിൽക്കുന്നത് കൃത്യമായും ആ മൺകൂന, നമ്മൾ നേരത്തെയൊക്കെ രാവിലെയൊക്കെ പ്രേക്ഷകർക്ക് പകൽ വെളിച്ചത്തിൽ കാണിച്ചിരുന്നു. ആ മൺകൂന പുഴയുടെ 500 മീറ്റർ വീതിയാണ് ആ പുഴയ്ക്ക് ആ പ്രദേശത്തുള്ളത്. അതിൻ്റെ ഒരു 200 മീറ്റർ നടുക്കാണ് ഈ മൺകൂനയുള്ളത്. ആ മൺകൂനയ്ക്കും കരയ്ക്കും ഇടയിലാണ് ഒരു ലോറി കണ്ടെത്തിയിരിക്കുന്നത്. ആ ലോറി പുറത്തെടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് അത് ഏത് ലോറിയാണെന്ന് വ്യക്തമാവുകയുള്ളൂ. അത് പുറത്തെടുക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തക സംഘത്തിനുള്ള, സൈന്യത്തിനുള്ള, നാവികസേനയ്ക്കുള്ള ഒരു തടസ്സമെന്ന് പറയുന്നത് ഈ പുഴയുടെ കുത്തൊഴുക്കാണ്. വളരെയേറെ അധികം ജലമുണ്ട്. പല ഭാഗങ്ങളിലും ഈ വെള്ളം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ആ പ്രദേശത്തൊക്കെ, ഈ അപകടം നടന്ന സ്ഥലത്തിന് തൊട്ടിപ്പുറത്ത് ഒരു 100 മീറ്റർ ഇപ്പുറത്തേക്ക് ഈ കരയിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. ആ സ്ഥലങ്ങളിൽ അവസാനം കാണുന്ന കാഴ്ച അത് ആ ക്രെയിനൊക്കെ, അതായത് കൊണ്ടുവന്ന ക്രെയിനൊക്കെ അവസാനം ഒതുക്കിയിട്ടിരിക്കുന്നതായിരുന്നു. ക്രെയിൻ ഒതുക്കിയിട്ടിരിക്കുകയാണ്. ഒപ്പം ആ ഉപയോഗിച്ച യന്ത്രക്കൈ അതും മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യമാണ്. ഞാൻ ഏറ്റവും അവസാനം ആ യന്ത്രക്കൈ അവിടെ നിന്ന് മാറ്റിയതിന് ശേഷം മാത്രമാണ് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നത്. അതുവരെയും അവിടെ ഉണ്ടായിരുന്നു. MLA മാർ ഉൾപ്പെടെയുള്ള സംഘമുണ്ടായിരുന്നു. കാർവാർ MLA ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മഞ്ചേശ്വരം MLA AK അഷ്റഫ് ഉണ്ടായിരുന്നു. കേരളത്തിൽ നിന്നുള്ള കാസർഗോഡ് DYSP ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. കർണാടക SP ഉൾപ്പെടെയുള്ള ആളുകളുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ഉദ്യോഗസ്ഥരും ആ പ്രദേശത്തുണ്ടായിരുന്നു. ഈ യന്ത്രക്കൈയും അതുപോലെ തന്നെ ക്രെയിനും പോലുള്ള ഉപകരണങ്ങളൊക്കെ തന്നെ അവിടുന്ന് മാറ്റി നിർത്തി. ഇനി ഈ വാഹനം അവിടെ ഉറപ്പിക്കണം, അതായത് അവിടെ പിടിച്ചു കെട്ടണം. അത് പിടിച്ചു കെട്ടണമെങ്കിൽ ഒരു മുങ്ങൽ വിദഗ്ധന്റെ സഹായം വേണം. ഈ കുത്തൊഴുക്കിൽ ഇപ്പോൾ നാവികസേനയിലോ അല്ലെങ്കിൽ ആർമിയിലോ ഉള്ളവർക്ക് പ്രായോഗികമായി അവിടേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നില്ല. അതാണ് പ്രധാനമായുള്ള ബുദ്ധിമുട്ടായി ആ ഉദ്യോഗസ്ഥർ ഇന്ന് ചൂണ്ടിക്കാട്ടിയത്. വേണു, അർജുൻ പറഞ്ഞാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇത് താഴേക്ക് ഒഴുകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചില നീക്കങ്ങൾ അത് ഈ നാവിക സംഘത്തിന്റെ ഭാഗത്ത് നിന്ന്, നേവിയുടെ ഭാഗത്ത് നിന്നുണ്ടാകും. മാത്രമല്ല നമുക്ക് ഒരിക്കൽ കൂടി ആ ദൃശ്യങ്ങളിലേക്ക്, ആ ദൂരക്കാഴ്ചയിലേക്ക് VS രാഹുൽ പോകാം. അതായത് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അർജുനുള്ള സ്ഥലമാണ്. അവിടെ ആ മണ്ണിനടിയിലും നദിയോട് ചേർന്നുള്ള സ്ഥലത്താണ്, ആ നദിക്കുള്ളിൽ നദിയോട് ചേർന്നൊരു ഭാഗത്ത് അർജുനുള്ളത്. സ്വാഭാവികമായും ആ രക്ഷാപ്രവർത്തനം കൂടുതൽ ദുസ്സഹമാകും. വേണു, എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ രാവിലെ ഉച്ചയ്ക്ക് കണ്ടതുപോലെ തന്നെ സാനി എക്സ്കവേറ്റർ അടക്കമുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിരുന്നു. പക്ഷേ 5 മണിയോടുകൂടി ഈ പ്രദേശത്ത് ശക്തമായ മഴയുണ്ടായി. ആ മഴ ഒരു തരത്തിലും രക്ഷാപ്രവർത്തനം അതല്ലെങ്കിൽ തിരച്ചിൽ നടത്താൻ കഴിയാത്തത്ര തരത്തിലേക്കുള്ളതായിരുന്നു. വലിയ കാറ്റ് മാത്രവുമല്ല, നമുക്ക് ഇവിടെ നോക്കിയാൽ ഇപ്പോൾ ഈ കാണുന്നത് പോലെ പോലും കാണാൻ കഴിയാത്തത്ര രീതിയിൽ മൂടൽ മഞ്ഞ് ആ ഭാഗത്ത് മൂടി. അപ്പോൾ ആ രീതിയിൽ തിരച്ചിൽ ഒരു തരത്തിലും നടക്കാൻ സാധ്യതയില്ല എന്നുറപ്പിച്ച ശേഷമാണ് ഏതാണ്ട് 7 മണിയോടുകൂടി ഈ സംഘം മടങ്ങിയത്, ഇവിടെ നിന്നുള്ള റെസ്ക്യൂ സംഘം മടങ്ങിയത്. ഇപ്പോൾ അവിടെ കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. മാത്രവുമല്ല ഈ റെസ്ക്യൂ സംഘത്തിലെ ചിലർ ഈ ഭാഗത്തേക്ക് ഉടനെ എത്തും, ചില പരിശോധനകൾക്കായി എത്തും. അത് ഒരു രക്ഷാപ്രവർത്തനമോ തിരച്ചിലോ ഒന്നുമല്ല, പകരം നാളെ നടത്തേണ്ട ഡ്രോൺ പരിശോധനയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കാൻ എത്തും എന്നുള്ളൊരു വിവരം കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ദൃശ്യങ്ങൾ അതിനകത്ത് ഉറപ്പിക്കാം. എന്തായാലും വലിയ കാത്തിരിപ്പ്, 9 ദിവസത്തെ കാത്തിരിപ്പ്. 10ാം നാൾ നമ്മളെ പ്രിയപ്പെട്ട അർജുനുള്ള ട്രക്ക് അത് നമുക്ക് കണ്ടെത്താൻ കഴിയുമോ, അർജുൻ എന്ത് പറ്റിയെന്നുള്ള കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു വിവരം കിട്ടുമോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നത്. ഒരു റിസൾട്ട് ഉണ്ടാകും, പക്ഷേ ആ റിസൾട്ട് പോസിറ്റീവ് ആകുമോ എന്നുള്ളതാണ് നമുക്ക് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ഒരു സർവൈവൽ സാധ്യത അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ തരത്തിൽ ചില സംസ്ഥാനങ്ങളടക്കമുള്ള കാര്യങ്ങൾ ഈ പ്രദേശത്ത് റെസ്ക്യൂ സംഘത്തിലെ ആളുകൾ തന്നെ നടത്തിയിരുന്നു. പക്ഷേ അതിലേക്കൊന്നും നമുക്ക് പോകേണ്ട. നമ്മൾ പ്രിയപ്പെട്ട അർജുൻ, അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം അറിയണം. അതിനുമപ്പുറത്തേക്ക് ഈ പ്രതിസന്ധികളെല്ലാം അതിജീവിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം നാളെ സാധ്യമാക്കണം. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഡ്രോൺ പരിശോധനയ്ക്ക് എല്ലാ കാര്യങ്ങളും
സൗകര്യങ്ങളും ഇതിനോടകം തന്നെ ഒരുക്കിയിട്ടുണ്ട്. കർണാടക റവന്യൂ മന്ത്രി അദ്ദേഹം അവസാനമിട്ട ട്വീറ്റിലും അദ്ദേഹം പറയുന്നത് 4 ഘട്ട പരിശോധനകൾ, അതിലൊന്ന് ഇപ്പോഴുള്ള എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന നടക്കും. രണ്ടാമത്തേത് കോസ്റ്റ് ഗാർഡിന്റെ ഒരു ഹെലികോപ്റ്റർ ഒരു ഏരിയൽ സർവേക്ക് വേണ്ടി ഇവിടേക്ക് കൊണ്ടുവരും. മൂന്നാമത്തേത് വളരെ നിർണായകമായ പരിശോധന, അതാണ് ഡ്രോൺ പരിശോധന. നാലാമത്തേതാകട്ടെ നേവി സംഘവും ഡീപ്പ് ഡൈവേഴ്സും, അതായത് സ്ക്യൂബ സംഘത്തിലെ ഡീപ്പ് ഡൈവേഴ്സും ഇവിടേക്ക് എത്തി ആഴത്തിൽ മുങ്ങിത്തപ്പിയ ഒരു പരിശോധന അതുമായി ബന്ധപ്പെട്ടുണ്ടാകും. ഏതായാലും അതൊക്കെ നടക്കണമെങ്കിൽ കാലാവസ്ഥ അനുകൂലമാകണം. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് പോലും മിനിറ്റുകൾക്ക് മുൻപും തുള്ളിക്കൊരു കുടം എന്ന രീതിയിൽ മഴ പെയ്തിരുന്നു. ഇപ്പോൾ ആ പുഴ നമുക്ക് കാണാൻ കഴിയില്ല, അത് റിഫ്ലക്ഷൻ മാത്രമായി ആ പുഴ മാറിയിരിക്കുന്നു. ഗംഗാവാലി പുഴയിൽ അടിയൊഴുക്ക് കൂടിയിട്ടുണ്ട്, ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. നേരത്തെ ഹഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ മുകളിൽ എവിടെയോ കാട്ടിൽ വലിയ രീതിയിൽ മഴ പെയ്തിട്ടുണ്ടാകണം, ചിലപ്പോൾ ചെറിയ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ടാകണം. അത്രയ്ക്കധികം ചെളിവെള്ളം ഈ പുഴയിൽ കൂടി ഒഴുകിപ്പോയിട്ടുണ്ട്. അതൊക്കെ തടസ്സങ്ങളാണ്. പക്ഷേ നാളെ രാവിലേക്കും ഇന്നത്തെ രാവിലെ അല്ലെങ്കിൽ ഇന്നത്തെ പ്രഭാതം അത് വളരെ പ്രതീക്ഷ നൽകുന്നതായിരുന്നു. കാരണം രക്ഷാപ്രവർത്തനമൊക്കെ 7 മണിക്ക് തന്നെ ആരംഭിക്കാൻ സാധിച്ചു. സ്ക്യൂബ ഡൈവേഴ്സിന് അവരുടെ ബോട്ടുകളിൽ ഇങ്ങോട്ടേക്ക്, ഡെങ്കി ബോട്ടുകളിൽ ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലേക്ക് നാളെ ഇവിടെ ഈ രാത്രിയിൽ മഴ മാറി നിൽക്കുകയും അതല്ലെങ്കിൽ കനത്ത മഴ ഉണ്ടാകാതിരിക്കുകയും അതേസമയം നാളെ ഈ കുറച്ചെങ്കിലും ഒരു തെളിഞ്ഞ കാലാവസ്ഥ ഉണ്ടാവുകയും ചെയ്താൽ എത്രയും പെട്ടെന്ന് ആ ട്രക്കിലേക്ക് നമുക്ക് എത്താൻ കഴിയും. ആ ട്രക്ക് ആഴത്തിലാണ് എന്നുള്ളത് വീണ്ടും വീണ്ടും ഔദ്യോഗികമായി ഉറപ്പിക്കുന്നുണ്ട്. അപ്പോൾ വലിയ രീതിയിലുള്ളൊരു തിരച്ചിൽ അതുമായി ബന്ധപ്പെട്ട് വേണ്ടിവരും. ആ തിരച്ചിലിന്റെ മണിക്കൂറാണ് ഇനി വരാനിരിക്കുന്നത്. വേണോ ഷഫീദ്, ഈ ശക്തമായ അടിയൊഴുക്ക് എന്ന് കാർവാർ എസ് പി നേരത്തെയും പറയുന്നുണ്ടായിരുന്നു, അതാണ് വലിയ വെല്ലുവിളി എന്നും പറയുകയുണ്ടായി. അടുത്ത 3 ദിവസം ഈ പറയുന്നത് പോലെ യെല്ലോ അലേർട്ടാണ് എന്ന് പറയുന്നു. അപ്പോൾ മഴ തുടർന്നും പെയ്യാനുള്ള സാധ്യത തന്നെയാണ് മുന്നിൽ കാണുന്നത്. അപ്പോൾ ഈ ഒഴുക്കിന്റെ ശക്തി വീണ്ടും കൂടാനിടയുണ്ട്. അതുകൊണ്ട് പ്രതീക്ഷയുടെ ദിനമാണ് നാളെയെങ്കിലും വെല്ലുവിളികളുടെ ദിനം കൂടെയല്ലേ? വേണു ഉറപ്പായിട്ടും വേണു ചൂണ്ടിക്കാണിച്ച പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഈ കഴിഞ്ഞ 9 ദിവസവും നമ്മൾ ഷിഡ്യൂളിൽ കാണുകയാണ്. അതിൽ ഏറ്റവും സുപ്രധാനമായും ഇന്ന് നമ്മൾ നേരിട്ടത് ഒരു പോസിറ്റീവ് റിസൾട്ടിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തടസ്സമായി നിന്നത്, അത് വൈകിട്ട് 4 മണി മുതൽ തടസ്സമായി നിന്നത്. അവസാനമായി നമ്മളെ ഞാനടക്കമുള്ള മാധ്യമപ്രവർത്തകർ അവിടേക്ക് കയറിയിരുന്നു. അവസാനമായി നമ്മൾ പോകുന്ന കാഴ്ച അത് നമ്മൾ കണ്ടതാണ്. അത് ഈ സാനി എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ആ രീതിയിൽ മണ്ണ് മാറ്റുന്നതടക്കം നമ്മൾ കണ്ടതാണ്. അത് സൈന്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്ന തൊട്ട് മുൻപുള്ള നിമിഷങ്ങളായിരുന്നു. അപ്പോഴും വലിയ പോസിറ്റിവിറ്റി അവരുടെ വാക്കുകൾ നമ്മൾ കണ്ടിരുന്നു. ഒരു മെറ്റൽ എലമെന്റ് കണ്ടു, അതിനുമപ്പുറത്തേക്ക് അത് ട്രക്കാണെന്ന് നേവി സ്ഥിരീകരിച്ചു, ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. തൊട്ടു പിന്നാലെ ക്രെയിൻ അടക്കമുള്ള കാര്യങ്ങൾ അവിടേക്ക് മിനിറ്റുകൾക്കുള്ളിൽ, അന്ന് നമ്മൾ പറഞ്ഞു ശിരൂർ പരിസരത്ത് പല സ്ഥലങ്ങളിലും ഫയർഫോഴ്സിന്റെ കൂടുതൽ വാഹനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എന്ത് സംഭവിച്ചാലും അപ്പോൾ നടപടി അല്ലെങ്കിൽ അപ്പോൾ അടുത്ത നടപടി എന്ന രീതിയിലുള്ള ക്രമീകരണങ്ങൾ കാർവാർ MLA ഒരുക്കിയിട്ടുണ്ടായിരുന്നു. മറ്റ് സംവിധാനങ്ങൾ കർണാടക സർക്കാർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ അങ്ങനെ ഒരു പോസിറ്റീവ് റിസൾട്ട് അക്കാര്യത്തിൽ ഉണ്ടാകുന്ന സൂചന നൽകിയപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത് വരും മണിക്കൂറുകൾ, അതായത് 4 മണിക്ക് ശേഷമുള്ള മണിക്കൂറുകളിൽ കാര്യമായ ഒരു തിരച്ചിൽ നടത്തുമെന്നുള്ളതാണ്. അപ്പോഴാണ് കാർവാർ SP ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ നേവിയുടെ ബോട്ടിൽ ഈ സ്ഥലത്തോടടുത്തേക്ക് എത്തിയത്. ഏതാണ്ട് വളരെ നിയറസ്റ്റായി അവർ എത്തി എന്നുള്ളത് നമ്മൾ ആ ദൃശ്യങ്ങളിൽ മനസ്സിലാക്കിയതാണ്. പക്ഷേ അതിനുശേഷം ഒരു തിരച്ചിൽ അക്കാര്യത്തിൽ നടത്താൻ സാധിച്ചില്ല. കാരണം വേണു, ഞാൻ ഇപ്പോൾ ഈ നിൽക്കുന്ന ഇതേ പാലത്തിൽ എനിക്ക് കുടയൊന്ന് നിവർത്തിപ്പിടിച്ച് നിൽക്കാൻ കഴിയാത്തത്ര തരത്തിലേക്ക് കാറ്റ് വീശുന്നുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായ മഴയത്താണ്. ആ മഴയടക്കമുള്ള കാര്യങ്ങൾ ഈ രക്ഷാപ്രവർത്തനത്തിൽ വലിയ വെല്ലുവിളിയായി. അതിനുമപ്പുറത്തേക്ക് വേണു സൂചിപ്പിച്ചതുപോലെ ഇനി നമ്മുടെ അടുത്ത വഴി എന്ന് പറയുന്നത് ഈ ഡീപ്പ് ഡൈവിംഗ് ആണ്. അതൊരു പരിശോധനയാണ്. അർജുൻ എവിടെ? അർജുൻ ആ ക്യാബിനിലുണ്ടോ? എന്താണ് അർജുൻ്റെ അവസ്ഥ എന്നുള്ള കാര്യം ആദ്യഘട്ടത്തിൽ പരിശോധിക്കും. നേരത്തെ ഹഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ കണ്ണുകളും എല്ലാ പ്രാർത്ഥനകളും എല്ലാ ആഗ്രഹങ്ങളും ആ ക്യാബിനിലേക്കാണ്. അപ്പോൾ ആ ക്യാബിനിൽ എന്ത് സംഭവിച്ചു എന്നറിയാൻ ഡീപ്പ് ഡൈവേഴ്സ് വേണം. പക്ഷേ ഡീപ്പ് ഡൈവേഴ്സിന് ഏതെങ്കിലും തരത്തിൽ ഈ ഗംഗാവാലി നദിയിലേക്ക് ഇറങ്ങാൻ ഒരു സാഹചര്യവും കഴിഞ്ഞ മണിക്കൂറുകളിലില്ല. നമ്മൾ ഇനി പ്രതീക്ഷിക്കേണ്ടത് ഈ രാത്രിയിൽ ആ മഴ കുറച്ച് കുറയുകയും മുകളിൽ നിന്നുള്ള ഒഴുക്ക് അത് കുറച്ച് മാറുകയും ചെയ്താൽ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ കഴിയും. ഈ ഒരു ജോഗ്രഫി നമുക്കറിയാം, നേരത്തെ പലതവണ നമ്മൾ ആവർത്തിച്ചൊരു ജോഗ്രഫിയാണ്. പശ്ചിമഘട്ടത്തിൻ്റെ ഒരു കൊങ്കൺ ഭൂപ്രകൃതി, ഒരു വല്ലാത്ത ഭൂപ്രകൃതിയാണ്. ചുറ്റുപാട് മലനിരകളാണ്. അവിടെയൊക്കെ ഉരുളുപൊട്ടിയാൽ കാര്യമായി ഈ നദിയിലേക്ക് വെള്ളം ഒഴുകി എത്തും. അതും വിസിബിലിറ്റി പോലും നമ്മൾ തെളിഞ്ഞ വെള്ളമോ അതല്ലെങ്കിൽ കുറച്ചെങ്കിലും കലങ്ങിയ വെള്ളമോ ഒന്നുമില്ല, ചെളിവെള്ളമാണ്. ഒരു തരത്തിലും കാണാൻ കഴിയില്ല. പിന്നെ അതിനുമപ്പുറത്തേക്ക് ഈ മൺകൂനകൾ, അതായത് ഈ അപകടമുണ്ടായ സ്ഥലത്ത് നിന്ന് ഇടിഞ്ഞു തുടങ്ങിയ മണ്ണ്, ആ മൺകൂനകൾ വന്ന് അടിഞ്ഞിരിക്കുന്നത് ഈ നദിയുടെ നടുവിലത്തെ ഭാഗത്തും ഓരപ്രദേശത്തുമാണ്. അപ്പോൾ ഡീപ്പ് ഡൈവേഴ്സിനും തടസ്സങ്ങളേറെ. പക്ഷേ ആ തടസ്സങ്ങളൊക്കെ നീക്കിക്കൊണ്ട് അവിടേക്ക് ഇറങ്ങി ആ ക്യാബിനിലേക്ക് എത്തി നോക്കുക, അല്ലെങ്കിൽ ആ ക്യാബിനിലേക്ക് എത്തുക, അവിടെ നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം കണ്ടെത്തുക. ഇത് മാത്രമാണ് ഇനി നമുക്ക് മുൻപിലുള്ള ഏക വെല്ലുവിളി. അതിന് നദിയിലെ അടിയൊഴുക്ക് തടസ്സമാണ്, ജലനിരപ്പ് ഉയരുന്നത് തടസ്സമാണ്, ഇങ്ങനെ കലങ്ങി മറിഞ്ഞ് ഒരു ചുവന്ന കളറിൽ ഒഴുകിയെത്തുന്ന ഈ വെള്ളം തടസ്സമാണ്. അതിന്
അതിനുമൊക്കെ അപ്പുറത്തേക്ക് ഇതൊക്കെ അതിജീവിച്ച് നമ്മൾ മുന്നോട്ട് പോയാലും പ്രദേശത്ത് മഴയുണ്ടായാൽ അതും വെല്ലുവിളിയാകും. അങ്ങനെ തടസ്സങ്ങൾ പലതാണ്. പക്ഷേ കർണാടക സർക്കാർ ഇക്കാര്യത്തിൽ വളരെ പോസിറ്റീവായ സമീപനം കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾ സ്വീകരിക്കുന്നുണ്ട്. ഒരു വല്ലാത്ത ഇച്ഛാശക്തിയോടുകൂടി കർണാടക സർക്കാർ രക്ഷാപ്രവർത്തനത്തിന് പോകുന്നുണ്ട്. പക്ഷേ നാളത്തെ പ്രധാനപ്പെട്ട 4 പരിശോധന വേണു. അത് വീണ്ടും ആവർത്തിച്ചാൽ കോസ്റ്റൽ ഗാർഡിന്റെ ഹെലികോപ്റ്റർ വരും, ഡ്രോൺ പരിശോധനയുണ്ട്, അതേസമയം എക്സ്കവേറ്റർ ഉപയോഗിച്ചുള്ള മണ്ണ് നീക്കമുണ്ട്. 4-മതാകട്ടെ നമ്മുടെ നേവിയുടെ തിരച്ചിൽ, ഡീപ്പ് ഡൈവിംഗ്, സ്ക്യൂബ സംഘത്തിന് ഡീപ്പ് ഡൈവിംഗ് ഉണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ നാളെ നടത്തും. നാളത്തെ പ്രഭാതം ഒരുപക്ഷെ ഒരു റിസൾട്ടിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. നമുക്ക് ആ ട്രക്ക് കണ്ടെത്താൻ കഴിയും. നമ്മുടെ അർജുൻ എന്ത് സംഭവിച്ചു എന്നറിയാൻ കഴിയും. അതിൻ്റെ എൻഡ് റിസൾട്ട് എന്ത് തന്നെയാണെങ്കിലും ആ കാത്തിരിപ്പ്, ദുഃഖത്തോടെയുള്ള ആ കാത്തിരിപ്പ് ഒരുപക്ഷെ നാളെ അവസാനിക്കും എന്നുള്ളതാണ് കാർവാറിൽ നിന്ന് ജില്ലാ ഭരണകൂടവും കർണാടക സർക്കാരും ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്ന കാര്യം.